BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കടൽ മത്സ്യങ്ങൾക്ക് ക്ഷാമം നേരിടവേ കായലിൽ കടൽച്ചൊറി എന്ന ജെല്ലി ഫിഷ് കൂടിയെത്തിയതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. ഇടക്കൊച്ചി പള്ളുരുത്തി കായലിലും ഉൾനാടൻ കായലുകളായ കുമ്പളങ്ങി, കല്ലഞ്ചേരി, കുതിരക്കൂർ, കരി തുടങ്ങിയ ഭാഗങ്ങളിലെ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. ജലാവരണത്താൽ നിറഞ്ഞ ചൊറികൾ നീണ്ട കാലുകൾ ഉപയോഗിച്ചാണ് നീന്തുന്നത്. കടലിൽ നിന്ന് കൂട്ടത്തോടെ എത്തിയിരിക്കുന്ന ഇവ മൂലം ഊന്നിവലകളും ചീനവലകളും പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല. 1 കിലോ മുതൽ 6 കിലോഗ്രാം വരെ തൂക്കം ഇവയ്ക്കുണ്ട്. കടൽ ചൊറികളുടെ കട്ടിയുള്ള ദ്രാവകം ദേഹത്ത് വീണാൽ കടുത്ത ചൊറിച്ചിൽ അനുഭവപ്പെടും. ഇതോടെ മത്സ്യബന്ധനം നിർത്തേണ്ട സാഹചര്യമാണ്. കായലിൽ ഉപ്പുരസം മാറി മഴ പെയ്താൽ മാത്രമേ ചൊറികൾ നശിച്ചു പോവുകയുള്ളൂ. കായലിലും കടലിലും തീരെ മീനുകളില്ലാത്ത അവസ്ഥയിലാണ്. കുരുമേൽ കുരു പോലെയാണ് കടൽ ചൊറി സംജാതമായിരിക്കുന്നത്. അധികാരികൾ ഇടപെട്ട് ഇവയെ നശിപ്പിച്ച് മത്സ്യബന്ധനം സുഗമമാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. 2 മാസത്തിനിടെ എറണാകുളം ജില്ലയിലെ ജലാശയങ്ങൾ കവർന്നത് 25 ജീവനുകൾ. ജില്ലയിലെ പുഴകളിലും തോടുകളിലും കുളങ്ങളിലുമായാണ് ഇത്രയും പേരുടെ ജീവൻ നഷ്ടമായത്. മാർച്ച് 15 മുതലുള്ള കണക്കുകൾ അനുസരിച്ചാണ് മുങ്ങിമരണങ്ങൾ വൻതോതിൽ ഉയർന്നത്. ഫോർട്ട് കൊച്ചി ബീച്ച്, വൈപ്പിൻ ബീച്ച്, പെരിയാർ, മൂവാറ്റുപുഴയാർ എന്നിവർക്ക് പുറമെ പ്രാദേശികമായി കനാലുകളിലും തോടുകളിലും കുളങ്ങളിലുമെല്ലാം ഇക്കാലയളവിൽ മുങ്ങിമരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കിണറിലും മുങ്ങിമരണം സംഭവിച്ചിട്ടുണ്ട്. മധ്യവേനൽ അവധിക്കാലവും കൊടും ചൂടും മുങ്ങിമരണത്തോത് ഉയരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. ജലാശയങ്ങളിൽ ജീവൻ പൊലിയുന്നതിൽ ഏറിയ പങ്കും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമാണ്. 2 മാസത്തെ ജില്ലയിലെ കണക്കെടുക്കുമ്പോൾ മരിച്ച 25 പേരിൽ 2 പേർ മാത്രമാണ് മധ്യവയസ്കർ. ഇതിലൊരാൾ കിണർ വൃത്തിയാക്കുന്നതിനിടെ മുങ്ങി മരിച്ചതാണ്. മറ്റൊരാൾ ചെറുമക്കളോടൊപ്പം മൂവാറ്റുപുഴയാറിൽ കുളിക്കാനിറങ്ങിയ വഴണ്ടാർക്കര സ്വദേശിനിയായ വീട്ടമ്മയാണ്. അപകടത്തിൽ ഇവരോടൊപ്പം 2 പേരക്കുട്ടികളും മുങ്ങി മരിച്ചിരുന്നു. കൂട്ടുകാരോടൊപ്പം പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങിയാണ് സംഭവിച്ച അപകടങ്ങളിൽ ഭൂരിഭാഗവും. ജലാശയങ്ങളുടെ ആഴവും അപകടക്കെണിയും അറിയില്ലെന്നതിന് പുറമെ നീന്തൽ വശമില്ലാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിൽ പ്രധാന കാരണമാണ്. മധ്യവേനൽ അവധിക്കാലത്തോടൊപ്പം ഇക്കുറി കൊടും ചൂടും എത്തിയതോടെ ആളുകൾ കൂട്ടത്തോടെ ജലാശയങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങിയതും അപകട തോത് ഉയർത്തി. മുക്ത ചെല്ലാനം പദ്ധതിയുടെ ഉദ്ഘാടനം ചെല്ലാനം വിൻസെന്റ് റെയിൽ കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ സാഗർ നിർവഹിച്ചു. ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് KL ജോസഫ് അധ്യക്ഷത വഹിച്ചു. വിൻ സൊസൈറ്റി കോർഡിനേറ്റർ ആനി ജോസഫ്, റോട്ടറി തൃപ്പൂണിത്തുറ റോയൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ പോറ്റി, റോട്ടറി ബീച്ച് സൈഡ് പ്രസിഡന്റ് RJ പ്രഹർഷ്, കോസ്റ്റൽ പോലീസ് ഓഫീസർ JC ജേക്കബ് എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിക്കേഷൻ മാനേജർ ശാലിനി ജോർജ് പദ്ധതി അവതരിപ്പിച്ചു. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സനൽകുമാർ, GGR വിനോദ് മേനോൻ, ആന്റണി ലൂയിസ്, പ്രൊജക്ട് കോർഡിനേറ്റർ മഞ്ജു എന്നിവർ സന്നിഹിതരായിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. വ്യാജ വിദേശ റിക്രൂട്ട്മെന്റ് സ്ഥാപനം നടത്തി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ സംഘം പിടിയിൽ. പലാരിവട്ടം ചക്കരപ്പറമ്പ് ഭാഗത്ത് ഡ്രീമർ, പാഷനേറ്റ്, ഫ്ലൈയിങ് ഫ്യൂച്ചർ എന്നീ വ്യാജ വിസ റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ നടത്തിവന്ന കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശി ദിവിക്ഷിത് ഭാര്യ, കോതമംഗലം സ്വദേശി ഡെന്ന, കണ്ണൂർ മമ്പറം സ്വദേശി റിജുൻ എന്നിവരെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. പോളണ്ട്, ന്യൂസിലാൻഡ്, പോർച്ചുഗൽ, അർമേനിയ എന്നീ രാജ്യങ്ങളിലേക്ക് ഉയർന്ന ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് വർക്ക് വിസ തരപ്പെടുത്താമെന്ന് ഉദ്യോഗാർത്ഥികളെ വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. വിസ നൽകാതെയും ചില ഉദ്യോഗാർത്ഥികൾക്ക് വിസിറ്റിംഗ് വിസ നൽകി വിദേശത്തെത്തുമ്പോൾ വർക്ക് വിസയാക്കി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചും പണം തട്ടിയെടുക്കുന്നതാണ് പ്രതികളുടെ രീതി. ന്യൂസിലൻഡിലേക്ക് വിസിറ്റിംഗ് വിസ നൽകിയ തിരുവനന്തപുരം സ്വദേശികളിൽ നിന്ന് 14 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലും അർമേനിയയിലേക്ക് വിസിറ്റിംഗ് വിസ നൽകി കൊച്ചി സ്വദേശിയിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസുകളിലുമാണ് പ്രതികളുടെ അറസ്റ്റ്. സോഷ്യൽ മീഡിയയിൽ സിനിമാ താരങ്ങളെ വെച്ച് പരസ്യം നൽകി കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള 100ഓളം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തട്ടിപ്പ് നടത്തി പണം കൈക്കലാക്കിയിട്ടുള്ളതായും വ്യക്തമായിട്ടുണ്ട്. ഇവർക്കെതിരെ 7 കേസുകളാണ് പാലാരിവട്ടം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പാലാരിവട്ടം പോലീസ് ഇൻസ്പെക്ടർ റിച്ചാർഡ് വർഗീസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രവികുമാർ, സബ് ഇൻസ്പെക്ടർ ആൽബി എസ് പുതുക്കാട്ടിൽ, സബ് ഇൻസ്പെക്ടർ ആന്റണി, പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ്, ഇഗ്നേഷ്യസ്, പ്രശാന്ത്, സതീഷ് മോഹൻ, വിപിൻ അമ്പിളി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ പണയ NBFC-യായ മുത്തൂറ്റ് ഫിനാൻസ് കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ സമഗ്ര ഡയബറ്റിക് കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു. കമ്പനിയുടെ കോർപ്പറേറ്റ് സാമൂഹിക പ്രതിബദ്ധതാ പരിപാടിയുടെ ഭാഗമായി റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ഈസ്റ്റുമായി സഹകരിച്ചാണിത് സ്ഥാപിച്ചത്. മുത്തൂറ്റ് ഫിനാൻസ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ജോർജ് എം. ജോർജ് പുതിയ ഡയബറ്റിക് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റ് എം. ഒ. ജോൺ അധ്യക്ഷത വഹിച്ചു. രാജ്യസഭാംഗം ജെബി മേത്തർ, ആശുപത്രി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BA അബ്ദുൾ മുത്തലീബ്, സെക്രട്ടറി അജയ് തറയിൽ, റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ഈസ്റ്റ് പ്രസിഡന്റ് വിനു മാമൻ എന്നിവർ സംബന്ധിച്ചു. ഏറെ ആവശ്യമായ ഈ ഡയബറ്റിക് കേന്ദ്രത്തിനായി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുമായും റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ഈസ്റ്റുമായും സഹകരിക്കാൻ തങ്ങൾക്ക് ഏറെ ആഹ്ലാദമുണ്ടെന്നും മുത്തൂറ്റ് ഫിനാൻസ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ജോർജ് എം. ജോർജ് പറഞ്ഞു. പ്രമേഹം ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരു ആശങ്കയാണ്. ഇത് നേരത്തെ കണ്ടെത്താനും ചികിത്സിക്കാനും രോഗത്തെ കൈകാര്യം ചെയ്യാനും ഈ കേന്ദ്രം സഹായകമാകും. കൊച്ചിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഈ കേന്ദ്രം സഹായകമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രമേഹം കണ്ടെത്താനും നേരത്തെയുള്ള ഘട്ടങ്ങളിൽ പ്രവചിക്കാനും സഹായിക്കുന്ന ആധുനിക രോഗനിർണയ സംവിധാനങ്ങൾ ഈ കേന്ദ്രത്തിലുണ്ട്. HbA1c ഫാസ്റ്റിംഗ്, പോസ്റ്റ് പ്രാൻഡിയൻ ഷുഗർ നിലവാരം, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് പരിശോധനകൾ, റൈനൽ ഫംഗ്ഷൻ പരിശോധന, യൂറിൻ റൂട്ടീൻ വിശകലനം തുടങ്ങിയ സമഗ്ര ലാബ് പരിശോധനകൾ ഇവിടെ സാധ്യമാകും. കൊച്ചിയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള നീക്കത്തിലെ ഒരു നിർണായക ചുവടുവയ്പ്പാണ് സമഗ്ര ഡയബറ്റിക് കേന്ദ്രം. പ്രമേഹം നേരത്തെ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യുന്നതാണ് അതുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ ഒഴിവാക്കാൻ ഏറെ സഹായകരമാണ്. പൊന്നാനി ബോട്ട് അപകടം സംബന്ധിച്ച കേസ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിന് കൈമാറും. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പരിധിയിലാണ് സംഭവം നടന്നത് എന്നതിനാലാണ് നടപടി. അപകടത്തിൽപ്പെട്ട സാഗർ യുവരാജ് എന്ന കപ്പൽ കസ്റ്റഡിയിലെടുത്തു. കപ്പൽ ഫോർട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. തൃശൂർ മുനക്കടവ് കോസ്റ്റൽ പോലീസായിരുന്നു കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നത്. പൊന്നാനിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ ഇന്നലെ പുലർച്ചെ 1:30-ായിരുന്നു അപകടം നടന്നത്. 6 മത്സ്യത്തൊഴിലാളികളുമായി പോയ ഇസ്ലാഹ് എന്ന ബോട്ടിലാണ് കപ്പലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് 2ആയി പിളർന്ന് കടലിൽ താഴ്ന്നു. അപകട സമയത്ത് ബോട്ടിലുണ്ടായിരുന്ന 4 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി. ബോട്ടിലുണ്ടായിരുന്ന പൊന്നാനി സ്വദേശികളായ സലാം, ഗഫൂർ എന്നിവരാണ് മരണപ്പെട്ടത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഈ വർഷത്തെ ഹജ്ജ് യാത്രയുടെ നെടുമ്പാശ്ശേരി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. സിയാലിലെ മുന്നൊരുക്കങ്ങൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആഷാസ് ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. 1,00,000 ചതുരശ്രടിയിലാണ് ക്യാമ്പ് ഒരുക്കുന്നത്. മെയ് 24 മുതൽ ജൂൺ 10 വരെയാണ് നെടുമ്പാശ്ശേരിയിലെ ഹജ്ജ് ക്യാമ്പ്. 4,474 പേരാണ് കൊച്ചി വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. ഇതിൽ 1,826 പേർ പുരുഷന്മാരും 2,448 പേർ സ്ത്രീകളുമാണ്. കൂടാതെ ലക്ഷദ്വീപിൽ നിന്നുള്ള 93 പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള 5 പേരും കർണാടകയിൽ നിന്ന് 2 പേരും കൊച്ചി വഴിയാണ് പോകുന്നത്. സൗദി എയർലൈൻസാണ് കൊച്ചിയിൽ നിന്നും സർവീസ് നടന്നത്. മെയ് 26 ഉച്ചയ്ക്ക് 12:30 179 ഹാജിമാരുമായി ആദ്യ വിമാനം പുറപ്പെടും. ജൂൺ 9 അവസാനിക്കുന്ന രീതിയിൽ 16 സർവീസുകളാണ് നടത്തുന്നത്. കൊച്ചിക്കൊപ്പം കോഴിക്കോട്, കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹാജിമാർ യാത്ര ചെയ്യും. ഹജ്ജ് യാത്ര സുഗമവും സൗകര്യപ്രദവുമാക്കുന്നതിന് സിയാലിൽ ഇതുവരെ സ്വീകരിച്ച കാര്യങ്ങൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിലയിരുത്തി. സിയാൽ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ K. സഫർ കയാൽ, EP മുഹമ്മദ് റാഫി, PT അക്ബർ, ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ U. കരീം, ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അലി, വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, സിയാൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.